ഹലോ, നമസ്കാരം. എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോൾ നിൽക്കുന്നത് മലയാറ്റൂരാണ്. ഞങ്ങൾ 15 പേരടങ്ങിയ ഒരു ടീം മലയാറ്റൂർ കുരിശ് മുടി സന്ദർശിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ് പിറവത്തു നിന്നും. അപ്പോൾ ഇപ്പോൾ മലയാറ്റൂരെത്തി ആദ്യത്തെ കുരിശ് പ്രാർത്ഥന കഴിഞ്ഞ് മലയാറ്റൂർ മുകളിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റ് ചില കേന്ദ്രങ്ങളും കൂടി സമയം കിട്ടുകയാണെങ്കിൽ സന്ദർശിക്കണമെന്നുണ്ട്. കാപ്രിക്കാട് അഭയാരണ്യം, കോടനാട് ആന വളർത്തൽ കേന്ദ്രം, പാണിയേലി പോര് എന്നീ സ്ഥലങ്ങൾ കൂടി സമയമുണ്ടെങ്കിൽ കാണണമെന്ന് ഉണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ചാനലായ SSK ചന്ദ്രകാന്തത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ബാക്കി വാർത്തകളുമായി പിന്നാലെ വരുന്നതാണ്. ബൈ. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഈ മലയൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളെ പിള്ളേർ മുന്നാലെ പോവുക. ഓണ ഒക്കെ എന്ന ആൾക്കാർ ഒരറ്റത്ത് നിന്ന് നോക്കിയ എടാ മക്കളെ പേരൊന്ന് പറയടാ. നിന്റെ പേര് ഒന്നാല കേട്ട. അപ്പോൾ അതാണ് പിള്ളേർ. അപ്പോൾ നമ്മളെ മന്ത്രോച്ചാരണങ്ങൾ മുത്തപ്പൻ്റെ കുരിശുമല കയറുന്നതിന്, പൊന്മല കയറുന്നതിനുള്ള മന്ത്രോച്ചാരണങ്ങളോടുകൂടി സിജോ നേതൃത്വം നൽകുന്നു. മറ്റുള്ളവർ ധൈര്യമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ബേബി ചേട്ടൻ, അങ്ങനെ നമ്മളെ ടീമിലുള്ള എല്ലാവരും ഉണ്ട്, കൂടെ മറ്റു സുഹൃത്തുക്കളും ഉണ്ട്. അപ്പോൾ ഈ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട്, ശരണമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് മുകളിലേക്ക് കയറുമ്പോൾ ക്ഷീണമറിയില്ല, വേദനകൾ അറിയില്ല, ബുദ്ധിമുട്ടുകൾ അറിയില്ല. അങ്ങനെ ഈ കയറ്റത്തിൻ്റെ ആയാസം കുറച്ചുകൊണ്ട് മുന്നേറുന്നതിന് കൂടി സഹായകമാണ് ഇങ്ങനെ മന്ത്രോച്ചാരണങ്ങൾ മുഴക്കിക്കൊണ്ട് മലമുകളിലേക്ക് കയറുന്നത്. ആൾക്കാരെല്ലാം പല പല വഴികൾ ഉപയോഗപ്പെടുത്തുകയാണ് കയറുന്നതിന് വേണ്ടി. അതാ ഒരാൾ ബേബിച്ചേട്ടൻ ആ സൈഡിൽ കൂടി, ഇതാണ് യഥാർത്ഥ വഴി, ഇതാണ് ആയാസം കുറഞ്ഞ വഴി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വടിയുമേന്തി മുന്നിലേക്ക് നീങ്ങുന്നത് കാണാം. അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരൊക്കെ അങ്ങ് മുന്നിലേക്കെത്തി. ഇനി ഓരോരുത്തരെയും പിന്നീട് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനിയും അങ്ങ് മേളിലോട്ട് കിടക്കുകയാണ്. നമ്മളെ പിള്ളേർ വരുന്നുണ്ട്, അവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല. കുഴങ്ങി. ഇതാണ് ആൾക്കാർ. ഇവരെ കെട്ടാൻ ഞാൻ പെട്ട പാട്. ക്രിസ്റ്റോ, സെറാപ്പി, കുഞ്ഞാറ്റ, വാവാച്ചിയുടെ മുഖം കാണാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് അവരെ ഇതിനകത്ത് ഇങ്ങനെ നോക്കി നിലടാ, അവിടെ പ്രാർത്ഥിച്ചിട്ട് പോവാം എന്ന് നമ്മുടെ കോർഡിനേറ്റർ പറഞ്ഞതുകൊണ്ട് പിള്ളേരൊന്ന് നിന്ന് കിട്ടി. അല്ലെങ്കിൽ അവർ നിൽക്കില്ല. നമ്മളെ സുഹൃത്തുക്കൾ കൂടെ ഉള്ളവർ അങ്ങ് ബാഗിൽ കിടക്കണേ ഉള്ളൂ, അവർ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് പ്രാർത്ഥന.
മറ്റ് ആൾക്കാരുമൊക്കെ ഉണ്ട്. ഓക്കെ. ആവോ സുഹൃത്തുക്കളെ, കുരിശിൻ്റെ രണ്ടാം സ്ഥലമാണ്. രണ്ടാം സ്ഥലം. ഇങ്ങനെ 14 സ്ഥലങ്ങളുണ്ട്. കുരിശിൻ്റെ ഓരോ സ്ഥലത്തും പ്രാർത്ഥിച്ചിട്ടാണ് അടുത്ത ഭാഗത്തേക്ക് പോകുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട് 2. ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസമൊക്കെ പറയുവാനോ അവിടെ ആരുമില്ല. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ സങ്കടങ്ങളെയും ക്ലേശങ്ങളെയും കുരിശ് ചുമന്നുകൊണ്ട് ഞാൻ അങ്ങനെ രക്ഷമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു. കൊലയുന്നവരെയും പറഞ്ഞു നിൽക്കുന്നവരെയും ആശ്രയിക്കുന്ന കർത്താവേ, എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ക്രിസ്തോ നല്ല ഒരു തിരക്കുള്ള ദിവസമാണ്. പ്രാർത്ഥന നൽകൂ. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, വിശുദ്ധ തോമാശ്ലീഹ സ്ഥാപിച്ചു എന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന മലയാറ്റൂർ പള്ളിയും കുരിശ് മലയിലെ 14 കുരിശുകളും മുകളിലുള്ള പള്ളിയും തോമാശ്ലീഹ സ്ഥാപിച്ചതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അത് തോമാശ്ലീഹ ആദ്യമായി കേരളത്തിൽ വന്നു എന്നും ഈ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയെന്നും ഈ പള്ളികളും കുരിശുകളുമെല്ലാം സ്ഥാപിച്ചു എന്നുമാണ് വിശ്വാസം. അപ്പോൾ മൂന്നാമത്തെ കുരിശ് സ്ഥലം എത്തിയിരിക്കുകയാണ്. മൂന്നാമത്തെ അതോ അതിലെഴുതിയിട്ടുണ്ട് 3 മൂന്നാമത്തത്. അപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുന്നത്. അതാ നമ്മളെ നയിക്കുന്ന നമ്മുടെ കോർഡിനേറ്റർ ക്രിസ്റ്റോ. പുള്ളി നല്ല സ്പീഡ് കൂടുതലാണ്. ആൾക്കാർ വരുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിച്ചാലും വേണ്ടൂല എന്ന് വിശ്വസിക്കുന്ന മാന്യദേഹമാണ് ക്രിസ്റ്റോ. ഓക്കെ. അതൊക്കെ പിള്ളേരെ കണ്ടുകിട്ടാൻ വലിയ പാടാണ്. വരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ആൾക്കാർ. മൂന്നാം ശൈലം ഈശോമിശിഹായെ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തെന്നാ വിശ്വസിച്ചാലും ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കല്ലുകൊണ്ടിരുന്ന വഴി ഭാരമുള്ള കുരിശ് നേതൃത്വം വഹിക്കുന്നത് ക്രിസ്റ്റോ. മുഖപൊത്തി നിലത്ത് വീഴുന്നു. മുട്ടകൾ പൊട്ടി രക്തം മാലിക്കുന്നു. അവിടുത്തെ പരിഹസിക്കുന്നു. പട്ടാളക്കാർ അടിക്കുന്നു. ജനക്കൂട്ടം മാർപ്പ് വിളിക്കുന്നു. അവിടുന്ന് വിടുന്നില്ല. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടി ഒളിക്കുവാൻ ഇടമില്ല. എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല. അവിടുന്ന് നമ്മുടെ ഭാരം ചുമക്കുന്നു. നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു. കർത്താവെ, ഞാൻ വയ്ക്കുന്ന കുറിച്ചിനും ഭാരമുണ്ട്. പലപ്പോഴും കുരിശോടുകൂടി ഞാനും നിലത്ത് വീണു പോകുന്നു. മറ്റുള്ളവർ അത് കണ്ട് എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവെ, എനിക്ക് വിട്ടുകളുണ്ടാകുമ്പോൾ എന്നെ എന്നെ പഠിപ്പിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ. സർവ്വസ്നായ ഞങ്ങളുടെ കമ്പുജനാണ് ഞങ്ങളുടെ രാജ്യം. കുരിശ് മൂന്നാം സ്ഥലം പ്രാർത്ഥന കഴിഞ്ഞ് മുന്നേറുകയാണ്. കാന്തി ചിന്തും മിഴികളിൽ പൂരം
പണിയിറങ്ങി. ആരോട് നിന്നെ ഞാൻ സാമ്യപ്പെടുത്തും കഥനത്തിൽ. അപ്പോൾ സുഹൃത്തുക്കളെ, കുത്തനെയുള്ള മലയാണ് മലയാറ്റൂർ പൊൻകുരിശ് മല. പക്ഷേ അപാരമായ പ്രകൃതി ഭംഗിയാണ്. നമ്മുടെ സുഹൃത്തുക്കൾ ദൂരെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് 10ാം നിലയായി. ഇനി മുകളിലേക്ക് 4 നിലകൾ കൂടിയുണ്ട്, കുരിശടികൾ. അപ്പോൾ ഞാനും ഇവിടെ ആദ്യമാണ് വരുന്നത്. ഞാൻ മലയാറ്റൂർ മല ഒന്ന് കയറണം എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഫിജോ എന്നെ വിളിക്കുന്നത്. പിറവം കൊച്ചുപള്ളിയിലെ കൂടാരം ഒരു ടീമാണ്, യൂണിറ്റാണ്. ഫിജോ നമ്മുടെ സുഹൃത്താണ്. അങ്ങനെ എന്നെ വിളിച്ചു. എനിക്കും അവിചാരിതമായി, ആകസ്മികമായി ഒരു അവസരം കിട്ടി. മുത്തപ്പൻ്റെ ശരണമന്ത്രങ്ങളുമായി ഭക്തജനങ്ങൾ മല കയറിക്കൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, 14 അവസാനത്തേതുമായ കുരിശടിയാണ്. കുരിശിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ സുഹൃത്തുക്കളെ, 14 കുരിശടികളിലും പ്രാർത്ഥിച്ച് നമ്മുടെ ഭക്തജനങ്ങൾ വിജയകരമായി കുരിശുമുടിയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാനും അങ്ങനെ തന്നെ. എനിക്ക് ചെറിയൊരു മുട്ടുവേദനയും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അതിനൊരു മരുന്നുമൊക്കെ കഴിച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല. കുട്ടികൾ ധൈര്യമായിട്ട് കയറുന്നുണ്ട്. മക്കളെ, എന്നാ പേര്? നല്ല പേര്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? 6ലേക്ക്. അല്ല, ക്ഷീണവും വല്ലതും ഉണ്ടോ? ഇല്ല, എവിടെ ക്ഷീണം? ഇന്നല്ല. പിള്ളേർക്കൊന്നും ഒരു ചേച്ചി ആ വടി പ്രയോജനപ്പെട്ട് പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല. മുത്തപ്പൻ സഹായിച്ച്. അതാണ് ആ വിശ്വാസത്തിൻ്റെ ഒരു ശക്തിയാണ്. ഒരു കുട്ടി നടന്നു വരുന്നത്. എന്താ ഈ ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി ആൻമരിയ അല്ലേ ചേച്ചി? ആൻമരിയ ഫിജോയുടെ കുട്ടിയാണ്. അതിൻ്റെ അമ്മയാണ് നടത്തിക്കൊണ്ട് വരുന്നത്. കുറേയൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോൾ കൊച്ചിനൊരാഗ്രഹം, നടന്നാലോ എന്ന്. അങ്ങനെ ശരണമന്ത്രവും ജപിച്ചുകൊണ്ട് ആ കുട്ടി കണ്ട എന്തോ ഒരു സാധനം കിട്ടി കാണിക്കുന്നതിനാണ്. ഓക്കെ മക്കളെ, കയറി വാ ധൈര്യമായിട്ട്.
നന്ദിയില്ലാത്തവർ ചിന്തയില്ലാത്തവർ പാതാപൊറുക്കേണമേ. ഏത് കാര്യത്തിലാണെങ്കിലും താനൊരു ലീഡറാണ് എന്ന് തെളിയിച്ചുകൊണ്ട് നമ്മുടെ സിജോ നീരൊഴുക്കുവാൻ